ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ആറന്മുളയിലാണ്. എൻ്റെ കൂടെ റിബിൻ ഉണ്ട് കേട്ടോ. റിബിൻ ഇതിന് മുന്നേ ഈ വീഡിയോയിൽ പെട്ടിട്ടുണ്ടോ? എൻ്റെ ഒപ്പം ഒരു വീഡിയോ പെട്ടിട്ടുണ്ട്, നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചതിൽ, അല്ലാണ്ടില്ല. എന്തായാലും ആറന്മുള വെള്ളസദ്യ കഴിക്കാനായിട്ട് ഒരിക്കൽ കൂടി ഈ കൊല്ലം 2ാമത്തെ തവണയാണ് യോഗം കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി വന്നേക്കണേണ്. പിന്നെ 2023 ആദ്യമായിട്ട് വെള്ളസദ്യ കഴിക്കുന്നത്. അന്ന് നമുക്ക് വിനുമോഹൻ സാർ, ഇവിടെ ഉള്ളൊരു പോലീസ് ഓഫീസറാണ്, നമുക്കത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അവിടെ അമ്പലത്തിൽ പോയി വീഡിയോ എടുക്കാനും എല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ 2 മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആറന്മുള വെള്ളസദ്യയുടെ. അപ്പോൾ ഇത്തവണ അദ്ദേഹമാണ് ഈ വഴിപാട് നടന്നിരിക്കുന്നത്. അതായത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ, അതായത് ഇപ്പോൾ ഒരു വീട് പണിയാനായിരിക്കും ആഗ്രഹങ്ങൾ. ഇപ്പോൾ നമ്മൾ നേർച്ച ചെയ്യില്ല പറഞ്ഞാൽ, ചിലപ്പോൾ ആഗ്രഹം സാധിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഈ വഴിപാട് തരണം. അപ്പോൾ ഇന്ന് വിനുമോഹൻ സാറിൻ്റെ വഴിപാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിപാടിൻ്റെ പേരിലാണ് ഈ കാണുന്ന പള്ളിയോടം കണ്ട വരയന്നൂർ പള്ളിയോടം. ഇതിലാണ് നമ്മളിന്ന് പോകണം കേട്ടോ. ഇതാണ് ഇവരെയാണ് വഴിപാടായിട്ട് നേർന്ന് വിളിച്ചേക്കണം. അപ്പോൾ ഈ ഒരു പള്ളിയോടത്തിൽ പോകുന്നു, നമ്മൾ അമ്പലത്തിൻ്റെ മധുക്കടവിലെത്തുന്നു. അവിടെ നിന്ന് നമ്മളെ ഈ വിനുമോഹൻ സാറിൻ്റെ ഫാമിലി ആയിരിക്കും വിളക്കൊക്കെ ആയിട്ട് വന്ന് ആനയിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം. ഇവരുടെ ഒരു ആചാരം എന്ന് വെച്ചാൽ ഈ പള്ളിയോടത്തിൽ വന്നവരുടെ കൂട്ടത്തിൽ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഇവർ ആനയിച്ച് കൊണ്ടുപോകണത് ഇതിൻ്റെ അകത്ത് ഭഗവാനുണ്ടെന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ ഇപ്പോഴാണ് വീഡിയോ ആണെങ്കിൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷോർട്ടാക്കി ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണിച്ചു തരാം. പിന്നെ പള്ളിയോടത്തിൻ്റെ വിശേഷം മാത്രമല്ല, മെയിനായിട്ട് ഇത്തവണ, കാരണം കഴിഞ്ഞ 2 തവണ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു, ഈ പാട്ടുപാടി കറികൾ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് കഴിഞ്ഞ തവണയും കുറച്ച് ഭാഗ്യം ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇത്തവണ ഞാനത് നിർത്താണ്ട് നിങ്ങളൊന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് മിനിമം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അറിയില്ല, ഷൂട്ട് ചെയ്യുമ്പോൾ അറിയുള്ളൂ, മിനിറ്റ് നോക്കണ്ട. എന്തായാലും അത് നിങ്ങൾ വ്യക്തമായിട്ട് കാണണം. ഈ പള്ളിയോടത്തിലെ യാത്രയും മറ്റേ കയ്യിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും അത് പ്ലസ് ഇത് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മിസ് ചെയ്യരുതെന്നും കൂടി പറയുകയാണ് അല്ലേ. ബാക്കി വിശേഷങ്ങൾ കേരളം, നീ ആദ്യമായിട്ടല്ലേ പള്ളിയോടത്തിൽ കയറണം? അടിപൊളി. എന്താ അവിടെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ വരയന്നൂർ പള്ളിയോടത്തിലാണെന്ന് സദ്യ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ അവരിലേക്കൊന്ന് ഞാൻ കടക്കുകയാണ്. ചേട്ടാ, ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമോ? വരയന്നൂർ പള്ളിയോടത്തിൻ്റെ കരക്കാരാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് വരയന്നൂർ പഴയ വരയന്നൂർ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഹസ്ബൻഡാണ്. ഇത് നിലവിലെ വിജയകുമാർ, നിലവിലെ ക്യാപ്റ്റൻ സുരേഷ് ബാബു. ഞാൻ ഗോപാലകൃഷ്ണപിള്ള, പള്ളിയോടത്തിലെ അംഗമാണ്. ഇത് അജിത് കുമാർ, ഇദ്ദേഹമാണ് വെള്ളത്തിൻ്റെ 1ാം വെള്ളം കണ്ടുപിടിക്കുന്നത്. ഇത് ഞങ്ങളുടെ കരയിലുള്ള ഒരു ചെറിയ പള്ളിയുടെ പ്രേമിയാണ്. ഇത് പാടി. ചേട്ടാ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുധാകരൻ. ഇവരാണ് മെയിൻ ആൾക്കാർ അല്ലേ? ഞങ്ങളെല്ലാം മെയിനാ, എല്ലാം മെയിനാ. പേര് പറഞ്ഞ് സോമൻ. പിന്നെ ഞങ്ങളെ നിയന്ത്രിച്ച് രാധാകൃഷ്ണൻ സജീന്ന് വിളിക്കും. രാധാകൃഷ്ണൻ സജീന്ന് വിളിക്കും. ഞങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നത് സാറും സാറിൻ്റെ ജ്യേഷ്ഠനും പിന്നെ ഇവരെല്ലാവരും കൂടിയാണ്. ഓക്കെ, ഒരു മിനിറ്റ്. നമുക്ക് പലപ്പോഴും ഞാനിവിടെ വരുമ്പോൾ ഇങ്ങനെ എനിക്കൊരു ആകാംക്ഷയുണ്ട്, ഈ പള്ളിയോടത്തിൻ്റെ നീളമൊക്കെ ഒന്ന് അറിയണമെന്ന്. അപ്പോഴാണ് ചേട്ടനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമെന്ന് പറഞ്ഞ് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങളുടെ പള്ളിയോടം ഏവാച്ചിൽ പെടുന്ന പള്ളിയോടമാണ്. ഇതിൻ്റെ നീളം 44 അങ്കുലം നീളം, 44 കോൽ നീളം. അടിയാണോ പറയണത്? ഒരു കോൽ എന്ന് പറഞ്ഞാൽ 2.5 അടിയാണ്. ഇതിന്റെ കണക്ക് അപ്പൊ 100 അടി. 66 അങ്കുലം വീതി, 17 കോല അമരപ്പൊക്കം. അതാണ് ഞങ്ങളുടെ പള്ളിയോടത്തിൻ്റെ നിലവിലെ വലിപ്പം. ഇതിൽ 64 തുഴക്കാർ, 4 അമരക്കാർ, 9
പാട്ടുകാരൻ. അങ്ങനെയാണ് ഇതിൽ കയറുന്ന ആൾക്കാരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വള്ളത്തിൽ കയറുന്ന എല്ലാവരും വ്രതനിഷ്ഠയോടുകൂടി വെള്ളം കൊണ്ടും തോർത്തുമാണ് വേഷം. പിന്നെ അതിൽ വള്ളത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. ക്യാപ്റ്റൻ നിർദ്ദേശപ്രകാരമാണ് പള്ളിയോടം പോകുന്നതും വരുന്നതും എല്ലാം ക്യാപ്റ്റൻ്റെ ചുമതലയിലാണ്. ഈ വർഷത്തെ ഇന്നത്തെ വള്ളസദ്യ വഴിപാട് വിൻമോഹൻ സാറിനാണ്. അല്ല, അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ വന്നതാണ്. കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്, എന്നാലും പറഞ്ഞാണ്, നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വെള്ളസദ്യ ഇങ്ങനെ ആഗ്രഹിച്ച് എന്നിട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ വിൻമോഹൻ സാറാണ് 2023 നമുക്ക് സെറ്റ് തന്നത്. ഈ കൊല്ലവും ചെയ്തിരുന്നു. പിന്നെ ഇത് വിൻമോഹൻ സാറിന്റെ വഴിപാടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെടുക്കാനാണ് മെയിൻ വന്നത്. ഇത് മോനെ ആ പേരെന്താണ്? കുടുംബാംഗങ്ങളാണ് എല്ലാവരും. വിൻമോഹൻ സാറൊന്ന് പരിചയപ്പെടുത്തിയവാ. പിന്നെ പോട്ടെ. ഇത് വിൻമോഹൻ സാറിന്റെ കുടുംബാംഗങ്ങളാണ്. എല്ലാവരും ഒന്ന് കാണിച്ചേക്കട്ടെ. ഇത് അമ്മ, ഇതെല്ലാം പിള്ളേര്, ഇതെല്ലാം പിള്ളേര്, അതും പിള്ളേർക്ക് പെട്ടു. ഓക്കെ, ഹായ് ഹായ്. വിൻമോഹൻ സാറിന്റെ ഫ്രണ്ടാണ്. പേര് ലളിത, ആവണി, എല്ലാവരും അശ്വതി. പേരെന്താ? മോളുടെ പേരെന്താ? ഒന്ന് ചിരിച്ചുകൊണ്ട് പറയൂ. ഇതെന്താണിത്? കനകമ്മ. നിന്റെ പേര്? ഓക്കെ. കേറിക്ക മുണ്ടെന്തായാലും കഴിക്കാം കേട്ടോ. അത് നോക്കണ്ട, തിരിച്ച് ഇങ്ങനെ കിട്ടൂല അല്ലേ? സുരേഷ് ഏട്ടാ, ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ചെറിയ ശ്രീ ഭഗവതി ഹരനും പാർവതിവാനും. ഹരിയും ശ്രീ ഭഗവതി ഹരനും പാർവതിവാനും. ഗുരുവും ഭൂസൂരന്മാരും ഭൂസൂരന്മാരും ഗുരുവും ഭൂസൂരന്മാരും പരാദൈവത്തെ ഉള്ളിൽ. ഗുരുവും ഭൂതലന്മാരും പരാദൈവത്തെ ഉള്ളിൽ. ഗുരുവും ഭൂതലന്മാരും പരാദൈവത്തെ. നിരൂപിച്ചിന്നൊരു കഥ, നിരൂപിച്ചിന്നൊരു കഥ. പ്രയാർവാണരുളും പന്നിപ്രയാർവാണരുളും ആലോചിച്ചിന്നടിയനെ ആലോചിച്ചിന്നടിയനെ കാത്തുകൊള്ളണേ. ആലോചിച്ചിന്നടിയനെ കാത്തുകൊള്ളണേ. ആലോചിച്ചിന്നടിയനെ കാത്തുകൊള്ളണേ.
കീർത്തിയേറും തിരുവാറൻ കീർത്തിയേറും തിരുവാറൻ കീർത്തിയേറും തിരുവാറൻ മുളമായ കീർത്തിയേറും തിരുവാറൻ മുളമായ കീർത്തിയേറും തിരുവാറൻ മുളമായ അവിടുത്തെ ഗോവിന്ദ മുകുന്ദ മുകുന്ദ പാലിച്ചിടണേ ഓ ദൈവൈ തകര തീരഗതോ ഭഗതീഗതിത്തോ തിത്തോ തിഗിതോ ഗോവിന്ദ തിരുനാമം കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. സുരേഷ് ഏട്ടാ, നമ്മുടെ ഗരുഡൻ വെള്ള അതായത് തിരുവോണത്തോണി അല്ലേ, അതിനെക്കുറിച്ചൊന്ന് രണ്ട് വാക്ക് പറയാമോ? നമ്മുടെ കാണികൾക്ക് അറിയാൻ വേണ്ടിയാണ്. തിരുവോണനാളില് കാട്ടൂർ എന്ന് പറഞ്ഞൊരു മഠമുണ്ട് കിഴക്ക്. അവിടുന്ന് തിരുവോണത്തിനുള്ള ഭക്ഷണ സാധനങ്ങളുമായിട്ട് ആറന്മുള ക്ഷേത്രത്തിൽ വരുന്നതാണ്. അതായത് കൃഷ്ണന് കൊടുക്കാനുള്ള ആഹാര സാധനത്തിനുള്ള എല്ലാ പച്ചക്കറി ഐറ്റങ്ങളും എല്ലാ ഐറ്റവുമായിട്ട് വരുന്ന വെള്ളമാണ്. അത് ഏത് ദിവസമാണോ? അത് തിരുവോണത്തിന്റെ ദിവസം ഏത് ദിവസം ആ ദിവസമാണ് അത് ഇവിടെ വരുന്നത്. തലേ ദിവസം അവിടുന്ന് വിട്ട് അന്ന് വെളുപ്പിന് ഇവിടെ വന്നാൽ നല്ല അരങ്ങേറ്റമാണ്. എല്ലാം വെളുപ്പിനാണ് വരുന്നത്. വെളുപ്പിന് ഒരു 6 മണിയാണ്. അന്ന് ഈ വള്ളങ്ങളെല്ലാം ഇതിന് അകമ്പടി സേവിക്കാൻ പോകും. ഒന്നിച്ച് കൊണ്ടുവരും. അത് കാണേണ്ട കാഴ്ച. വെളുപ്പിനെ ലൈറ്റും ഒക്കെ ഇട്ട് ഇവിടെ എല്ലാം ലൈറ്റ് ആയിരിക്കും. അതൊരു ഭംഗിയായ കാഴ്ചയാണ്. വെളുപ്പിന് എത്ര മണിക്കാണത്? അത് ആചാരത്തിന്റെ ഒരു ഭാഗമാണ്. വെളുപ്പിന് 6 മണിയാകുമ്പോൾ തലേ ദിവസം വൈകിട്ട് 6 മണിക്ക് അവിടുന്ന് 5 മണിയാകുമ്പോൾ അവിടുന്ന് വിടും. കാട്ടൂരെന്ന് പറഞ്ഞ സ്ഥലം അവിടുന്ന് വരുന്നത്. അതൊരു ഐതിഹ്യമാണ്. അതിൻ്റെ
വ്യക്തമായ ഐതിഹ്യം ഒത്തിരി ഉണ്ട്, നമുക്ക് പറയാൻ അറിയത്തില്ല. മുന്നേ ഓക്കെ, താങ്ക് യു. ഇത് മതി കാണികളൊന്നും അറിയിക്കാൻ.
അപ്പോൾ നമ്മൾ ആറന്മുള വെള്ളസദ്യക്കായിട്ട് പള്ളിക്കൂടത്തിൽ വഞ്ചിപ്പാട്ടൊക്കെ പാടി വന്ന കാഴ്ചയെല്ലാം നിങ്ങൾ വ്യക്തമായി കണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം സാധാരണ എടുക്കണമെങ്കിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തവണ അങ്ങനെ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യട്ടെ. കാരണം എപ്പോഴും ഒരേപോലത്തെ വീഡിയോ ആവരുതല്ലോ, വ്യത്യസ്തമായിരിക്കണം. പിന്നെ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഈ കറികൾ പാട്ടുപാടി ചോദിച്ച് കറികളൊക്കെ മേടിക്കുന്നത് അത് നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ടാണ് ഇറക്കണം. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ കാണേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇത് തന്നെ 25 മിനിറ്റോളം വന്നത് കൊണ്ട് തന്നെ അടുത്തൊരു എപ്പിസോഡായിട്ടാണ് അത് വിടുന്നത്. അതും കാണാൻ മറക്കരുത്, അതും കാണേണ്ട ഒരു കാഴ്ചയാണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പോയി നിങ്ങൾ നേരിട്ട് എന്താ പറയുക ഒന്ന് അവരുടെ കൂടെ പങ്കുചേരേണ്ടതാണെന്നും കൂടി ഞാൻ പറയുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടില്ലാത്ത പക്ഷം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അടക്കണ്ട്. കാണാൻ മറക്കരുത്, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, അതും കൂടി പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.